Good evening. Class start ചെയ്യാണ്. സോ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പെർമിബിലിറ്റിയുടെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചായിരുന്നു. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പെർമിബിലിറ്റി എന്താണെന്ന് പഠിച്ചു. അതുപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിബിലിറ്റി, പിന്നെ രണ്ട് ടെസ്റ്റ് ആണുള്ളത് മെയിൻലി, കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്, ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. ഇത്രയാണ് നമ്മൾ മെയിൻലി പഠിച്ചുള്ളൂ പെർമിബിലിറ്റിനെ പറ്റി. പിന്നെ അതല്ലാണ്ട് നമ്മൾ പഠിച്ചത് മെയിൻ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽസ്, അതിൻ്റെ ഇക്വേഷൻസും അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിച്ചു. അപ്പം ഇനി പെർമിബിലിറ്റിയുടെ രണ്ട് പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം, ഇൻ എ കോൺസ്റ്റന്റ് പെർമിയോമീറ്റർ ടെസ്റ്റ് ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് വെയർ ടേക്കൺ. Distance between piezometer tappings is equal to 100 mm. Difference of water levels in the piezometer is equal to 60 mm. Diameter of test sample is equal to 100 mm. Quantity of water collected equal to 350 ml. Duration of the test equal to 270 seconds. Determine coefficient of permeability of the soil. അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? കെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആയത്? കോൺസ്റ്റന്റ് ഹെഡ് ടെസ്റ്റ് ആണോ ഫോളിംഗ് ഹെഡ് ടെസ്റ്റ് ആണോ? നമുക്ക് തന്നേക്കുന്നത് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയോമീറ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കോൺസ്റ്റന്റ് ഹെഡ് ടെസ്റ്റ് ആണ്. സോ കോൺസ്റ്റന്റ് ഹെഡ് ടെസ്റ്റിലെ ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു ക്യു എൽ ബൈ എച്ച് ഐ ടി ആണ്. നമ്മളിവിടെ പഠിച്ചത് ക്യു ഈസ് ഈക്വൽ ടു കെ ഐ എ എന്ന രീതിക്കാണ് നമ്മളിവിടെ പറഞ്ഞോളൂ. അപ്പൊ കെ ഇൻറ്റു എച്ച് ബൈ എൽ ഇൻറ്റു എ എന്നാണ് എടുത്തത്. അപ്പൊ ഇവിടെ നമുക്ക് ക്യു കണ്ടുപിടിക്കാം, സോറി കെ കണ്ടുപിടിക്കാമല്ലോ. കെ എന്ന് വെച്ചാൽ എന്താ? ക്യു ഇൻറ്റു എ ഇൻറ്റു എൽ ബൈ എച്ച് എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് സ്മോൾ ക്യൂ ആയിരുന്നു അതിൻ്റെ അത്, ഇവിടെ ക്യാപിറ്റൽ ക്യൂ ആയതുകൊണ്ട് ക്യാപിറ്റൽ ക്യൂ ബൈ ടി ആണ് സ്മോൾ ക്യൂ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. എപ്പോഴും നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യണത്. ക്യു എൽ ബൈ എച്ച് ഐ ടി എന്ന് ഓർക്കുക. അതിൽ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്റ്റഡ്, ദാറ്റ് ഈസ് 350 ml. എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീസോമീറ്റർ ടാപ്പിംഗ്. ഒന്നില്ലെങ്കിൽ അതായത് ഞാൻ പറഞ്ഞു എൽ എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് സാമ്പിൾ, അത് തന്നെയാണ് ഹൈറ്റ് ഓഫ് ദ സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു പീസോമീറ്ററിന്റെ മേളിലും താഴെ അതിന്റെ പീസോമീറ്ററിന്റെ അല്ല, പെർമിയോമീറ്ററിന്റെ മേളിലും താഴെ ഒരു പീസോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ രണ്ട് ടാപ്പിംഗ്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നേക്കുന്നത്. അത് തന്നെയാണ് ആ പെർമിയോമീറ്റർ മൗൾഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ അത് 100 mm എന്നാണ് തന്നേക്കുന്നത്. സോ അത് 10 cm. ദെൻ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവലിന്റെ ഹെഡിലോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് വാട്ടർ ആണ്. അപ്പൊ ഡിഫറൻസ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ പീസോമീറ്റർ 60 mm. അപ്പൊ സെന്റിമീറ്ററിലോട്ട് ആക്കുമ്പോൾ എന്ത് വരും? 6 cm എന്ന് വരും. ദെൻ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ സാമ്പിൾ, അതായത് π/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ ടെസ്റ്റ് സാമ്പിൾ ഈസ് 10 cm. π/4 ഇൻറ്റു 10 സ്ക്വയർ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് യു വിൽ ഗെറ്റ് ദി ആൻസർ സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ. പിന്നെ ഓർക്കേണ്ട കാര്യം, ഇവിടെ എം എൽ എന്താന്നിട്ട് നമ്മൾ ഇവിടെ എല്ലാത്തിനെയും എം എമ്മിലുള്ള വാല്യൂവിനെ സെന്റിമീറ്ററിലോട്ട് ആക്കി. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 350 ml ആണ് കിടക്കുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു 1 ml തന്നെയാണ് 1 cm ക്യൂബ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ബാക്കി എല്ലാത്തിനെയും സെന്റിമീറ്ററിലോട്ട് ആക്കിയത് കേട്ടോ. കോമൺ യൂണിറ്റിലോട്ട് ആക്കിയെന്നേ ഉള്ളൂ. അപ്പൊ ഇത് മീറ്റർ ക്യൂബിലാണ് തന്നേക്കുന്നതെങ്കിൽ എല്ലാത്തിനെയും മീറ്ററിലോട്ട് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടി കൺവീനിയന്റ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയന്റ് ആ രീതിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സാമ്പിൾ ഓഫ് കോഴ്സ് ആൻഡ് ഓഫ് ഹൈറ്റ് 0.15 meter and dia 0.055 meter was tested in a constant head permeometer. അപ്പൊ ഇവിടെയും കോൺസ്റ്റന്റ് ഹെഡ് ടെസ്റ്റ് തന്നെയാണ്. വാട്ടർ പെനിട്രേറ്റഡ് ത്രൂ സോയിൽ അണ്ടർ എ സ്റ്റാറ്റിക് ഹെഡ് ഓഫ് 0.5 meter for 6 seconds. Water was collected and it weighs 4.905 Newton. Find the permeability if unit weight of water is 9.81 kilonewton per meter cube. ഇപ്പൊ നമുക്ക് തന്നേക്കുന്നത് എന്താ? ഒന്ന് ഹൈറ്റ് ഡയറക്ട്ലി തന്നേക്കുന്നതാണ്. ഹൈറ്റ് തന്നെയാണ്, സാമ്പിളിന്റെ ഹൈറ്റ് തന്നെയാണ് എൽ ആയിട്ട് എടുക്കേണ്ടത്, അതായത് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. 0.15 meter ആണ് ലെങ്ത്. ഡയമീറ്റർ ഈസ് 0.055 meter. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ π/4 ഇൻറ്റു 0.055 സ്ക്വയർ. ദെൻ സ്റ്റാറ്റിക് ഹെഡ്, അപ്പൊ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവലാണ്, അത് 0.5 meter ആൻഡ് ടൈം ഈസ് 6 seconds.
വാട്ടർ വാസ് കളക്ടഡ് ആൻഡ് ഇറ്റ് വെയ്സ് 4.905 ന്യൂട്ടൺ. അത് മാത്രമാണ് ഒരു പ്രത്യേകതയായിട്ട് തന്നിരിക്കുന്നത്. അതായത് ക്യൂയുടെ വാല്യൂ ആണ് ശരിക്കും പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് വെയിറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? 4.905 ആണ് വെയിറ്റ് തന്നേക്കുന്നത്. അത് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? 9.81 അല്ലേ? അപ്പൊ അത് ഡിവൈഡഡ് ബൈ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് 9.81 യൂണിറ്റ്. സോ ഈ 4.905നെയും കിലോ ന്യൂട്ടണിലോട്ട് ആക്കുക. 4.905 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 9.81 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത്രയും മീറ്റർ ക്യൂബിൽ കിട്ടും. നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്ടഡ് ഇൻ മീറ്റർ ക്യൂബ് കിട്ടും. അതായത് ഇൻ ടേംസ് ഓഫ് ന്യൂട്ടൺ ആണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അതിനെ മീറ്റർ ക്യൂബിലോട്ട് ആക്കാൻ ആ വാട്ടറിന്റെ എന്തിന്റെയാണ്, എന്ത് സംഭവം ആയിക്കോട്ടെ, ഇപ്പൊ വാട്ടർ അല്ല വേറെ എന്തെങ്കിലും, ഇപ്പൊ സോയിൽ ആണെങ്കിൽ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇവിടെ വാട്ടർ ആയതുകൊണ്ട് വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് 9.81 ആണ്. പക്ഷെ 9.81 യൂണിറ്റ് എന്താ? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് ഇവിടെയും കിലോ ന്യൂട്ടണിലോട്ട് ആക്കിയേ ഉള്ളൂ. സോ ബാക്കി പ്രൊസീജിയർ ചെയ്യുമാണ്. ഇത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ തന്നു കഴിഞ്ഞാൽ അതിനെ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ അത്രയാണ് മെയിൻലി പെർമിബിലിറ്റിയിലുള്ളൂ. ഇനി അടുത്ത ടോപ്പിക് സ്ട്രെസ്സസ് ഇൻ സോയിൽ മാസ് ആണ്. അതിൽ മെയിൻലി 3 ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആണുള്ളത്. ടോട്ടൽ സ്ട്രെസ്, pore water pressure and effective stress. Total stress is indicated by sigma and pore water pressure is indicated by U and effective stress is indicated by sigma dash. അതിൽ ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ മാത്രം ടോട്ടൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിലിൻ്റെ അകത്ത് എത്ര കമ്പോണൻസ് ഉണ്ട്? സോയിൽ, വാട്ടർ, എയർ, ഇങ്ങനെ 3 കമ്പോണൻസും ഉണ്ട്. നമ്മൾ 3 ഫേസ് ഡയഗ്രാം ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ 3 കമ്പോണൻസും മൊത്തം സോയിൽ മാസ് എടുക്കുന്ന സ്ട്രെസ്സിനെയാണ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി പോർ വാട്ടർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ, ആ 3 ഫേസ് ഡയഗ്രത്തിൽ സോയിൽ, വാട്ടർ, എയർ, ആ വാട്ടർ മാത്രം എടുക്കുന്ന സ്ട്രെസ് ആണ് എന്ത്? പോർ വാട്ടർ പ്രഷർ ഓർ ഡിനോട്ടഡ് ബൈ യു. അതായത് വാട്ടർ മാത്രം എടുക്കുന്ന സ്ട്രെസ്സിനെയാണ് പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ന്യൂട്രൽ പ്രഷർ ഓർ ന്യൂട്രൽ സ്ട്രെസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് ന്യൂട്രൽ സ്ട്രെസ് അല്ലെങ്കിൽ ന്യൂട്രൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, അതായത് സോയിൽ മാസ്, സോയിൽ സോളിഡ്സ് മാത്രം എടുക്കുന്ന സ്ട്രെസ്, വാട്ടറും ഇല്ല എയറിനാണെങ്കിലും സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് വെയിറ്റ്ലെസ് ആണ്. വാട്ടർ എടുക്കുന്ന സ്ട്രെസ് കുറച്ചിട്ട് സോയിൽ മാത്രം എടുക്കുന്ന സ്ട്രെസ്സിനെയാണ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു. ഇനി ഫോർ സാച്ചുറേറ്റഡ് സോയിൽ ആകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ പറയുന്നത് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെസ് ഗാമ സാറ്റ് ഇൻറ്റു എച്ച് ആയിരിക്കും. ആൻഡ് പോർ വാട്ടർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിന്റെ മാത്രം സ്ട്രെസ്. അപ്പൊ വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. അപ്പോൾ സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. പക്ഷെ അതെന്താ? അത് ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമ ഡാഷ് അല്ലെങ്കിൽ ഗാമ സബ് ആണ്. സിഗ്മ ഡാഷ് വെച്ചാൽ ഗാമ ഡാഷ് ഇൻറ്റു എച്ച് ആണ്. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് സർഫസ്, ഫിഗറിൽ ഗ്രൗണ്ട് സർഫസ് തന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് വാട്ടർ ടേബിൾ ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് H1 ഫ്രം ദ ഗ്രൗണ്ട് സർഫസ്. അപ്പൊ എന്തായിരിക്കും? വാട്ടർ ടേബിളിന്റെ താഴെ സോയിൽ സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പൊ ഗാമ സാറ്റ് ആണ് H2 വരെയുള്ള ആ ഹൈറ്റിലുള്ള യൂണിറ്റ് വെയിറ്റ്. ടോട്ടൽ ഹൈറ്റ് ഓർ ടോട്ടൽ ഡെപ്ത് ഈസ് ടേക്കൺ ആസ് H1 plus H2 which is equal to H. അപ്പൊ ഇതില് at section XX, ഈ സെക്ഷനിൽ അതായത് ഇവിടം വരെ എത്രയായിരിക്കും സ്ട്രെസ്? ടോട്ടൽ സ്ട്രെസ് സിഗ്മ വിൽ ബി ഈക്വൽ ടു ഗാമ ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H2. ടോട്ടൽ സ്ട്രെസ് ആണ് സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെയുള്ള സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗാമ ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H2. ഇനി പോർ വാട്ടർ പ്രഷർ യു എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ എന്തെങ്കിലും പോർ വാട്ടർ പ്രഷർ ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം എന്താ? വാട്ടർ ഇല്ല അവിടെ. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ 0 ആയിരിക്കും. ഇവിടെ തൊട്ടാണ് വാട്ടർ പ്രഷർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗാമ ഡബ്ല്യു ഇൻറ്റു H2 ആയിരിക്കും പോർ വാട്ടർ പ്രഷർ യു. ഓക്കെ, ഗാമ ഡബ്ല്യു ഇൻറ്റു H2 ആയിരിക്കും പോർ വാട്ടർ പ്രഷർ യു.
ഇനി എഫക്റ്റീവ് സ്ട്രെസ് എന്താണ്? സിഗ്മ മൈനസ് യു ആണ്. സോ ഗാമ ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H2 മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു H2. അപ്പൊ ഈ ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു എന്ത് വരും? ഗാമ ഡാഷ് അല്ലെങ്കിൽ ഗാമ സബ് എന്ന് വരും. അപ്പൊ സിഗ്മ ഡാഷ് എന്ന് വെച്ചാൽ ഗാമ ഇൻറ്റു H1 പ്ലസ് ഗാമ ഡാഷ് ഇൻറ്റു H2 എന്ന് വരും. ഇനി പല കേസസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പൊ വാട്ടർ ടേബിൾ ഒന്നും ഇല്ല, സിമ്പിൾ ആയിട്ട് ഒരു ഗ്രൗണ്ട് ലെവൽ മാത്രമേ ഉള്ളൂ, ഒറ്റ ലെയർ ഓഫ് സോയിലേ ഉള്ളൂ. ആ ലെയറിന്റെ യൂണിറ്റ് വെയിറ്റ് ഗാമയും അതിന്റെ ഹൈറ്റ് എച്ചും ആണെങ്കിൽ എന്തെന്ന് വരും? സിഗ്മ അറ്റ് എ എ എന്തായിരിക്കും? മേളിൽ നിന്ന് എന്തെങ്കിലും ലോഡ് വരുന്നുണ്ടോ? മേളിൽ നിന്ന് ഒരു ലോഡും വരാത്തതുകൊണ്ട് എ എ എന്ന സർഫസിൽ സിഗ്മയും 0 ആണ്, യുവും 0 ആണ്. അതുകൊണ്ട് തന്നെ സിഗ്മ ഡാഷും 0 ആണ്. ഓക്കെ, കാരണം വാട്ടറും ഇല്ല ഇവിടെ, വേറൊരു ലോഡും ഇല്ല ഇവിടെ, അതുകൊണ്ട് സിഗ്മയും 0 ആയി, യുവും 0 ആയി. സോ സിഗ്മ ഡാഷും 0 ആയി. ഇനി അറ്റ് ബി ബി എന്ന് പറയുമ്പോഴത്തേക്കും മേളിൽ നിന്ന് വരുന്ന ലോഡ് എത്രയാ, അല്ലെങ്കിൽ മേളിൽ നിന്ന് വരുന്ന സ്ട്രെസ് എത്രയാ? ഗാമ എന്ന യൂണിറ്റ് വെയിറ്റ് ഉള്ള സോയിൽ ഈസ് എക്സിസ്റ്റിംഗ് അറ്റ് എ ഡെപ്ത് ഓഫ് എച്ച് എബവ് ദി ലെയർ ബി ബി. സോ സിഗ്മ വിൽ ബി ഈക്വൽ ടു ഗാമ ഇൻറ്റു എച്ച്. ആൻഡ് യു ഉണ്ടാവുമോ? വാട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ യു ഉണ്ടാവില്ല. സോ യു ഈസ് ഈക്വൽ ടു 0. ദെൻ സിഗ്മ ഡാഷ് എന്ത് വരും? സിഗ്മ മൈനസ് യു, but it will be same as sigma. Since u is 0, sigma will be equal to sigma dash. Sigma will be equal to sigma dash, അതായത് ഗാമ ഇൻറ്റു എച്ച് എന്ന് വരും. അപ്പൊ സാധാരണ ഇങ്ങനെയാണ് നമ്മൾ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഒരു കേസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കേസസ് മാത്രം ജസ്റ്റ് പഠിച്ചു വെക്കുക, എങ്ങനെയാണ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട്. ദെൻ സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ടേബിൾ വന്നു കഴിഞ്ഞാൽ, വാട്ടർ ടേബിൾ ഈസ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? എ എന്ന സർഫസിൽ എന്തെങ്കിലും ലോഡ് ഉണ്ടോ? മേളിൽ നിന്ന് ഒരു ലോഡും വരുന്നില്ല. വാട്ടർ ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. മേളിൽ നിന്ന് വാട്ടർ ലെവൽ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഈ സർഫസിന്റെ മേളിൽ ഒരു ലോഡ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ സിഗ്മയും 0, യുവും 0, സിഗ്മ ഡാഷും 0. ഇനി അറ്റ് ബി ബി എന്തായിരിക്കും സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഗാമ സാറ്റ് ഇൻറ്റു എച്ച് ആയിരിക്കും സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ ടേബിൾ ഉണ്ട്. സോ ഇത്രയും ഡെപ്തിൽ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് ദാറ്റ് ഈസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ് ബി ബി എന്ന സർഫസിലെ യു. ദെൻ സിഗ്മ ഡാഷ് എന്ന് പറയുമ്പോൾ എന്തുവരും? ഗാമ സാറ്റ് ഇൻറ്റു എച്ച് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. അപ്പൊ ഗാമ സബ് ഇൻറ്റു എച്ച് അല്ലെങ്കിൽ ഗാമ ഡാഷ് ഇൻറ്റു എച്ച് എന്ന് വരും. ഏകദേശം ജസ്റ്റ് നോക്കിയിരിക്കുക. തേർഡ് കേസ് എന്ന് പറയുമ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞപ്പോൾ ഗ്രൗണ്ട് സർഫസിന്റെ മേളിൽ വേറെ ഒരു ലോഡും ഉണ്ടായില്ല. ഇനി അടുത്ത കേസ് അങ്ങനെയല്ല. സോയിൽ മാസ് വിത്ത് എ സർചാർജ് ലോഡ് ഓഫ് ഇന്റൻസിറ്റി Q per meter and water table at a depth of H1 from the ground surface. ഓക്കെ, അപ്പൊ ഒരു സർചാർജും ഉണ്ട് Q per meterും ആൻഡ് വാട്ടർ ടേബിൾ ഈസ് എക്സിസ്റ്റിംഗ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് H1 ഫ്രം ദ ഗ്രൗണ്ട് സർഫസ്. അപ്പൊ റിമൈനിങ് ഡെപ്ത് എന്തായിരിക്കും? ഗാമ സാറ്റ് ആയിരിക്കും യൂണിറ്റ് വെയിറ്റ്. അപ്പൊ എന്താണ്? നേരത്തെ പോലെ ഈ എ എന്ന സർഫസിൽ പ്രഷർ 0 ആയിരിക്കുമോ? 0 ആയിരിക്കില്ല, കാരണം മേളിൽ നിന്ന് ലോഡ് വരുന്നുണ്ട്. സോ സിഗ്മ വിൽ ബി ഈക്വൽ ടു ക്യൂ തന്നെ ആയിരിക്കും, കാരണം ഇത് പെർ മീറ്ററിലാണ്, സ്ട്രെസ് ആയിട്ട് തന്നെയാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് സിഗ്മ ക്യൂ തന്നെ ആയിട്ട് എടുക്കുക. ദെൻ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ? കാരണം വാട്ടർ മേളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ യു വിൽ ബി ഈക്വൽ ടു 0 അറ്റ് ദ സർഫസ് എ എ. സോ സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് ക്യൂ ഇറ്റ് സെൽഫ്. ഇനി അറ്റ് ബി ബി ക്യൂ പ്ലസ് ഗാമ ഇൻറ്റു H1 ആണ് അറ്റ് ബി ബിയിലെ സിഗ്മ. ഇനി യു ഉണ്ടാവോ? യു ഇവിടെ വാട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ യു വിൽ ബി ഈക്വൽ ടു 0. ദെൻ therefore sigma dash will be equal to sigma itself, that is Q plus gamma into H1. ഇനി at CC already Q plus gamma into H1 BB വരെ ഉണ്ട്, അത് പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H2 വരും. Q plus gamma into H1 പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H2 ആയിരിക്കും CC എന്ന സർഫസിലെ സിഗ്മ. Q plus gamma H1 plus gamma sat into H2. U എന്ത് വരും? ഇവിടെ നിന്നാണ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു H2 ആയിരിക്കും CCയിലെ U. ആൻഡ് സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു അത് രണ്ട് മൈനസ് ചെയ്യുക. അപ്പൊ Q പ്ലസ് ഗാമ H1 പ്ലസ് ഇത് രണ്ട് മാത്രമേ മൈനസ് ചെയ്യാനുള്ളൂ. സോ ഗാമ സാപ്പ് ഇൻറ്റു H2 എന്ന് വരും. ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് നമുക്ക് ഏത് കേസ് വന്നാലും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് കേസ്, ഇത് മാത്രമാണ് ഒരു ഇത്തിരി വ്യത്യാസമായിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. സോയിൽ സാച്ചുറേറ്റഡ് വിത്ത് കാപ്പിലറി വാട്ടർ. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഈ കേസ് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. ബട്ട് കാപ്പിലറി വാട്ടർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കേസ് എന്ന് അറിഞ്ഞിരിക്കുക.
സോ ഇവിടെ ഒരു കാപ്പിലറി സോൺ കാണിച്ചിട്ടുണ്ട്. കാപ്പിലറി സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലോട്ട് വാട്ടർ ടേബിൾ കാരണമല്ല, അതല്ലാണ്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ മേളിലോട്ട് വോയിഡ്സിൽ കൂടെ റൈസ് ചെയ്യുവാണ് മേളിലോട്ട്. അങ്ങനെ ഉള്ള സോണിനെയാണ് കാപ്പിലറി സോൺ എന്ന് പറയുന്നത്. സോ കാപ്പിലറി സോണിലും അപ്പോൾ യൂണിറ്റ് വെയിറ്റ് എന്ത് തന്നെ വരും? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നെ വരും. ഗാമാസാറ്റ് ആണ് വരുന്നത്. അത് കഴിഞ്ഞൊരു വാട്ടർ ടേബിൾ കാണിച്ചേക്കുവാണ്. അതിന് താഴെ നോർമൽ വാട്ടർ ടേബിൾ ആണ്, ഒരു നോർമൽ വാട്ടർ ആണ്, നോർമൽ സോൺ ആണ്. സോ ഗാമാസാറ്റ് ആണ്. അപ്പൊ ഇവിടെ സിഗ്മയ്ക്ക് ഒന്നും വേരിയേഷൻ ഇല്ല. എ എന്ന സർഫസിൽ സിഗ്മ 0 തന്നെ വരും. പക്ഷെ യു 0 ആയിരിക്കില്ല, പകരം മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു H1 വരും. അതായത് കാപ്പിലറി സോണിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൈനസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ദാറ്റ് തിക്നെസ് ഓഫ് ദി കാപ്പിലറി സോൺ. ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് വരിക. ഓക്കെ, അതായത് കാപ്പിലറി സോൺ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവിടുത്തെ എത്രയാണോ കാപ്പിലറി സോണിന്റെ തിക്നെസ്, ദാറ്റ് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. നെഗറ്റീവ് പ്രഷർ ആയിരിക്കും ആ കാപ്പിലറി സോണിന്റെ സ്റ്റാർട്ടിങ്ങിൽ എക്സിസ്റ്റ് ചെയ്യാം. അതുപോലെ കാപ്പിലറി സോണിലെ എൻഡിങ് പോയിന്റിൽ 0 ആയിരിക്കും വാട്ടർ പ്രഷർ. കാരണം വാട്ടർ ടേബിൾ അവിടെ നിന്നായിരിക്കും മിക്കവാറും സ്റ്റാർട്ടും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അവിടെ യു എന്ന വാല്യൂ 0 ആയിരിക്കും. therefore sigma dash എന്ത് വരും? എയിൽ മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു H1 ആണ് യു. സോ സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു, ദാറ്റ് ഈസ് 0 മൈനസ് മൈനസ് ഗാമ ഡബ്ല്യു H1. സോ പ്ലസ് ഗാമ ഡബ്ല്യു H1 എന്ന് വരും. ഇനി അറ്റ് ബി ബി സിഗ്മ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഗാമ സാറ്റ് ഇൻറ്റു H1. യു ഞാൻ ഓൾറെഡി പറഞ്ഞു, കാപ്പിലറി സോൺ എൻഡ് ചെയ്യുന്ന സോൺ പോയിന്റ് ആണ്, ഓർ വാട്ടർ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലെയർ ആണ്. രണ്ടിലും എന്ത് വരും? യു എന്ന് വെച്ചാൽ 0 വരും. സിഗ്മ ഡാഷ് അതുകൊണ്ട് സിഗ്മ തന്നെയായി, ദാറ്റ് ഈസ് ഗാമ സാറ്റ് ഇൻറ്റു H1. ഇനി സി സിയിൽ നോർമൽ കേസ് ആണ്. സിഗ്മ എന്ന് പറയുമ്പോൾ ഗാമ സാറ്റ് ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H2. യു എന്ന് പറയുമ്പോൾ ഇത്രയാണ് വാട്ടർ പ്രഷർ വരുള്ളൂ, ദാറ്റ് ഈസ് ഗാമ ഡബ്ല്യു ഇൻറ്റു H2. therefore സിഗ്മ ഡാഷ് എന്ന് വെച്ചാൽ ഗാമ സാറ്റ് ഇൻറ്റു H1 പ്ലസ് ഗാമ സബ് ഇൻറ്റു H2. സോ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാപ്പിലറി സോണിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ലെയറിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്ലേസിൽ നെഗറ്റീവ് പ്രഷർ എക്സിസ്റ്റ് ചെയ്യും. യു എന്ന വാല്യൂ നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സിഗ്മ ഡാഷ് അവിടെ 0 ആയിരിക്കില്ല, പകരം ആ നെഗറ്റീവ് പ്രഷർ അവിടെ പോസിറ്റീവ് ആയിട്ട് ഒരു ഹയർ വാല്യൂ ഓഫ് സിഗ്മ ഡാഷ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. സാധാരണ ശരിക്കും ഇവിടെ 0 വരേണ്ട സ്ഥാനത്ത് അവിടെ ഗാമ ഡബ്ല്യു ഇൻറ്റു H1 എന്ന് വന്നു. അത് മാത്രം ഓർക്കുക. അതുപോലെ കാപ്പിലറി സോൺ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വാട്ടർ പ്രഷർ 0 ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ. Shear strength of soil mass എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the internal resistance per unit area that the soil mass can offer to resist failure and sliding. It is a maximum shear stress before failure. Soil resists the failure by friction, interlocking and cementation of the particles. അതായത് ഷിയർ സ്ട്രെങ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവിടെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ്, പെർ യൂണിറ്റ് ഏരിയനെയാണ് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയിലിയറിന് തൊട്ട് മുമ്പ് വരെ എത്ര ഷിയർ സ്ട്രെസ്സിന് ആ സോയിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ മാക്സിമം വാല്യൂ ഷിയർ സ്ട്രെസ്സിനെയാണ് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ ഫെയിലിയർ റെസിസ്റ്റ് ചെയ്യാൻ ഫ്രിക്ഷൻ അഡോപ്റ്റ് ചെയ്യാറുണ്ട് സോയിൽ, ഇന്റർലോക്കിംഗ് ഉണ്ട്, അതുപോലെ സിമെന്റേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസും യൂസ് ചെയ്യാനായി ബോണ്ടിങ്, പ്രോപ്പർ ബോണ്ടിങ് ഉണ്ടെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ് ഇത് ചോദിച്ചിട്ടുണ്ട് PSC എക്സാമിന്. അതായത് പ്ലെയിൻസ് ഓൺ വിച്ച് ഷിയർ സ്ട്രെസ്സസ് ആർ 0 ആർ കോൾഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ എങ്ങനെയാണ്? മാക്സിമം ആണോ, മിനിമം ആണോ, 0 ആണോ, അത് നൺ ഓഫ് ദീസ് ആണോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുക, പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ ഷിയർ സ്ട്രെസ്സസിന്റെ വാല്യൂ 0 ആയിരിക്കും. അതിൽ തന്നെ 3 പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ട്: മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ, മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആൻഡ് ഇന്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻ. അതിൽ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ the plane with maximum compressive stress, അതായത് അവിടെ നമ്മൾ സിഗ്മ 1 എന്ന സ്ട്രെസ് ആണ് എടുക്കുന്നത്, ആൻഡ് 0 ഷിയർ സ്ട്രെസ് is called major principal plane. ആൻഡ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ 3 എന്ന മിനിമം compressive stress and 0 shear stress is called minor principal plane. Intermediate principal plane എന്ന് വെച്ച് കഴിഞ്ഞാൽ the plane is with subjected to a stress intermediate to sigma 1 and sigma 3. sigma 2 എന്നൊരു ഇന്റർമീഡിയറ്റ് സ്ട്രെസ് ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത്. അവിടെയും ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. പ്രിൻസിപ്പൽ പ്ലെയിനിൽ എപ്പോഴും ഷിയർ സ്ട്രെസ് 0 ആണ് എന്ന കാര്യം ഓർക്കുക. നെക്സ്റ്റ് ഈസ് മോർ സർക്കിൾ. മോർ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സ്ട്രെസ്സസ് ഓൺ എനി പ്ലെയിൻ. ഇപ്പൊ നമ്മൾ സാധാരണ നോർമൽ സ്ട്രെസ് ഇസ് പ്ലോട്ടഡ് അലോങ് ഹൊറിസോണ്ടൽ ആക്സിസ്, ദാറ്റ് ഇസ് എക്സ് ആക്സിസ്, ആൻഡ് ഷിയർ സ്ട്രെസ് അലോങ് വൈ ആക്സിസ്. അങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാറ്. ഫിഗർ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക.
ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. ആ മോർ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷിയർ സ്ട്രെസ്സും പ്ലോട്ട് ചെയ്യും, ഇവിടെ നമ്മൾ നോർമൽ സ്ട്രെസ്സും പ്ലോട്ട് ചെയ്യും. അപ്പൊ സിഗ്മ 3 നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യും, ദെൻ സിഗ്മ 1 നമ്മൾ പിന്നെ പ്ലോട്ട് ചെയ്യും. ഈ പോയിന്റ് സിഗ്മ 1 ആണ് സർക്കിളിന്റെ ഈ വാല്യൂ, സിഗ്മ 1ഉം ഇത് സിഗ്മ 3ഉം ആണ്. അപ്പൊ സിഗ്മ 1 ഓർ സിഗ്മ 1 മൈനസ് സിഗ്മ 3 ആയിരിക്കും ഇതിന്റെ ഡയമീറ്റർ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇത് ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ ആയിരിക്കും, എത്രയാണോ ഷിയർ സ്ട്രെസ്, ടോയ് ആണിത്. ദെൻ ഇത്രയാണ് മെയിൻലി ആവശ്യമുള്ളൂ. അപ്പൊ ഓർക്കുക, ഷിയർ സ്ട്രെസ് വൈ ആക്സിസിലും ദെൻ നോർമൽ സ്ട്രെസ് ഓൺ എക്സ് ആക്സിസിലും ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇനി മോർ കൂളം തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the failure occur by the critical combination of normal stress and shear stress. There exists a unique shear stress for a normal stress for failure. And Mohr Coulomb theory എന്ന് വെച്ചാൽ shear stress or shear strength is a function of normal stress. S is a function of sigma എന്നാണ് നമ്മൾ പറയാറ്. അതാണ് മോർ കുളം തിയറി. അതായത് ഫെയിലിയർ സംഭവിക്കുന്നത് നോർമൽ സ്ട്രെസ്സിന്റെയും ഷിയർ സ്ട്രെസ്സിന്റെയും ഒരു ക്രിട്ടിക്കൽ കോമ്പിനേഷൻ വഴിയാണ് ഫെയിലിയർ സംഭവിക്കുന്നത്. അതിലൊരു ഫെയിലിയർ എൻവലപ്പ് എന്നൊരു സംഭവം ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് എ പ്ലെയിൻ കണക്ടിങ് ഓൾ ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെസ് അറ്റ് ഫെയിലിയർ. അതായത് ഈ ഫെയിലിയർ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്തൊരു ഗ്രാഫ് നമ്മൾ വരയ്ക്കും, സ്ട്രെയിറ്റ് ലൈൻ. അതിനെയാണ് ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ആ ഫെയിലിയർ എൻവലപ്പ് പറ്റിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു PSC എക്സാമിന്. ആ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഈ പോയിന്റ്സ് ഒക്കെ, ഈ ഫെയിലിയർ എൻവലപ്പിൽ വരുന്ന എല്ലാ പോയിന്റ്സും ഫെയിലിയർ പോയിന്റ്സ് ആണ്. ആ ഫെയിലിയർ പോയിന്റ്സിനെ എല്ലാം കണക്ട് ചെയ്തേക്കുന്ന ലൈനാണ് ഫെയിലിയർ പ്ലെയിൻ ഓർ ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഷിയർ സ്ട്രെസ് ഓൺ വൈ ആക്സിസ് ആൻഡ് നോർമൽ സ്ട്രെസ് ഓൺ എക്സ് ആക്സിസ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ വാല്യൂ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഫെയിലിയർ പ്ലെയിനിന്റെ അവിടെ ആ വൈ ആക്സിൽ ഉണ്ടാക്കുന്ന ആ ഇന്റർസെപ്റ്റിനെയാണ് സി അല്ലെങ്കിൽ കോഷൻ എന്ന് പറയുന്നത്. അത് ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഫൈ ഓർ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ ഫെയിലിയർ പ്ലെയിൻ makes an intercept with the y-axis which is known as cohesion or C, indicated by C, and it makes an angle with the horizontal which is known as phi, that is angle of internal friction, and this C and phi are known as shear parameters of the soil. adu orthu vekka. shear parameters എന്ന് വെച്ചാൽ cohesionum angle of internal friction ആണ്. failure plane എന്ന് വെച്ചാൽ failure points നെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ് ഫെയിലിയർ പ്ലെയിൻ ഓർ ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ആ ഫെയിലിയർ പ്ലെയിൻ വൈ ആക്സിൽ മേക്ക് ചെയ്യുന്ന ഇന്റർസെപ്റ്റിനെയാണ് കോഹഷൻ അല്ലെങ്കിൽ സി എന്ന് പറയുന്നത്. ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾ ദാറ്റ് മേക്സ് വിത്ത് ഹൊറിസോണ്ടൽ ഈസ് നോൺ ആസ് ഫൈ ഓർ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. Then according to Mohr Coulomb theory, shear strength of soil is given by S is equal to C plus sigma tan phi, where S is the shear strength of soil in kilonewton per meter square, C cohesion of the soil in kilonewton per meter square, and sigma is the normal stress in kilonewton per meter square, phi is the angle of internal friction, and C and phi are called shear parameters. shear parameters എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയും ഫൈയും ആണ്, അത് ഓർത്ത് വെക്കുക. അതുപോലെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷിയർ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ C plus sigma tan phi ആണ്, അത് ഓർത്ത് വെക്കുക. ഇനി മെഷർമെന്റ് ഓഫ് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ മെയിൻലി 4 ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാറ്. ഡയറക്ട് ഷിയർ ടെസ്റ്റ്, ട്രയാക്സിയൽ ടെസ്റ്റ്, അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് ആൻഡ് വെയിൻ ഷിയർ ടെസ്റ്റ്. ഇതിൽ ഡയറക്ട് ഷിയർ ടെസ്റ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് കോക്ഷൻലെസ് സോയിലാണ്. കോമൺലി എന്ന് ഞാൻ പറയുന്നുള്ളൂ, എപ്പോഴും എന്നല്ല. നമ്മൾ സാധാരണ കോക്ഷൻലെസ് സോയിലാണ് യൂസ് ചെയ്യാറ്. കോഹസി സോയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കോക്ഷൻലെസ് സോയിലാണ്. ഇനി ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ് നമ്മൾ കോമൺലി C5 സോയിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ കൂടുതൽ നമ്മൾ ഫൈ സോയിലാണ് പ്രിഫർ ചെയ്യുന്നത്, പക്ഷെ C5 സോയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിഗ്മ 3 എന്ന സ്ട്രെസ്, അതായത് കൺഫൈനിങ് പ്രഷർ ആയ സിഗ്മ 3 എന്ന സ്ട്രെസ് 0 ആയിരിക്കും, അത് ഓർക്കുക. ഇനി വെയിൻ ഷിയർ ടെസ്റ്റ് നമ്മൾ ഫീൽഡിൽ സാധാരണ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്, നമുക്ക് ഫീൽഡിലും ലാബിലും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ടെസ്റ്റാണ് വെയിൻ ഷിയർ ടെസ്റ്റ്. അത് ഓർഗാനിക് സോയിൽസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത്രയും ഓർത്ത് വെക്കുക. അപ്പൊ ഡയറക്ട് ഷിയർ ടെസ്റ്റ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത് കോക്ഷൻലെസ് സോയിലാണ്. ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ് നമുക്ക് C5 സോയിൽ യൂസ് ചെയ്യാം,
ബട്ട് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഫൈസ് ഓയിലാണ്. അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് നമ്മൾ ഓർക്കുക, അൺകൺഫൈൻഡ് അതായത് കൺഫൈനിങ് സ്ട്രെസ് സിഗ്മ 3, കൺഫൈനിങ് സ്ട്രെസ് ആണ് സിഗ്മ 3 അല്ലെങ്കിൽ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് സിഗ്മ 3. ആ വാല്യൂ 0 ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്. ഇനി വെയിൻ ഷിയർ ടെസ്റ്റിന്റെ അകത്ത് നമുക്ക് കോമൺലി ഫീൽഡിലും ലാബിലും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ് വെയിൻ ഷിയർ ടെസ്റ്റ്. നമുക്ക് ഓർഗാനിക് സോയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ടെസ്റ്റാണ് വെയിൻ ഷിയർ ടെസ്റ്റ്. ഇനി ഈ 3 പോയിന്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിപ്പെൻഡിങ് ഓൺ ദി ഡ്രെയിനേജ് കണ്ടീഷൻസ് ദെയർ ആർ 3 ടൈപ്സ് ഓഫ് ടെസ്റ്റ്. അതായത് നമ്മൾ ഷിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന 2 സ്റ്റേജസിലാണ്. ഒന്ന് ഷിയർ സ്റ്റേജും ഒന്ന് കൺസോളിഡേഷൻ സ്റ്റേജും. അതായത് നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജും ഉണ്ട്, അതുപോലെ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജും ഉണ്ട്. അപ്പോൾ 2 സ്റ്റേജിലും ഡ്രെയിനേജ് പെർമിറ്റഡ് അല്ലെങ്കിൽ അതായത് ബോത്ത് ഷിയർ സ്റ്റേജ് ആൻഡ് കൺസോളിഡേഷൻ സ്റ്റേജിൽ ഡ്രെയിനേജ് പെർമിറ്റഡ് അല്ലെങ്കിൽ അതിനെ അൺകൺസോളിഡേറ്റഡ് അൺഡ്രെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നു. അപ്പൊ അൺകൺസോളിഡേറ്റഡ് അൺഡ്രെയിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രെയിനേജ് പെർമിറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്കായിട്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റും. അതായത് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകേണ്ട സമയം അവിടെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ സമയം അധികം എടുക്കില്ല ഈ ടെസ്റ്റിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ക്വിക്ക് ടെസ്റ്റ് ഓർ ക്യൂ ടെസ്റ്റ് എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് ഈസ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻ ടെസ്റ്റ്, CU ടെസ്റ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻ ടെസ്റ്റ്, ഈ പേര് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കൺസോളിഡേഷൻ സ്റ്റേജിൽ ഡ്രെയിനേജ് പെർമിറ്റഡ് ആണ് ആൻഡ് ഷിയർ സ്റ്റേജിൽ ഡ്രെയിനേജ് നോട്ട് പെർമിറ്റഡ്. ഇത് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് റെഗുലർ ടെസ്റ്റ് ആണ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻ ടെസ്റ്റ്. ഇനി കൺസോളിഡേറ്റഡ് ഡ്രെയിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 സ്റ്റേജിലും കൺസോളിഡേഷൻ സ്റ്റേജിലും ഷിയർ സ്റ്റേജിലും ഡ്രെയിനേജ് പെർമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും സ്ലോ ടെസ്റ്റ് ആണ് ഓർ എസ് ടെസ്റ്റ് ആണ്. കാരണം വാട്ടർ ഫുൾ ഡ്രെയിൻ ചെയ്ത് കളയണം, 2 ടെസ്റ്റിൽ നിന്നും വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളയണം നമുക്ക്. അതുകൊണ്ട് തന്നെ സ്ലോ ടെസ്റ്റ് ആണത്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇതിന്റെ അബ്രവേഷൻസ് എന്താണ് UU ടെസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് CD ടെസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡ്രെയിനേജ് പെർമിറ്റഡ് ഇൻ കൺസോളിഡേഷൻ സ്റ്റേജ് ബട്ട് നോട്ട് പെർമിറ്റഡ് ഓൺ ഷിയർ സ്റ്റേജ്, അത് ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. സോ ഈ 3 ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഓർത്ത് വെക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following statements is true? Clays are more porous than sand. Pressure of organic matter in a soil decreases the bearing capacity of the soil. Aluminum cement is used for the foundation in soils with chemical deposit. And all the above. എന്തായിരിക്കും ആൻസർ? ഇത് പ്രഷർ അല്ല കേട്ടോ, ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതാണ്. പ്രസൻസ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ക്ലേസ് ആർ മോർ പോറസ് ദാൻ സാൻഡ്. ശരിയാണോ? ശരിയല്ലേ? ദെൻ presence of organic matter ഉണ്ടെങ്കിൽ bearing capacity കുറയ്ക്കും. Then next is aluminum cement is used for foundations in soils with chemical deposit. അത് നമ്മൾ അലുമിനിയം സിമെന്റ് ആണ് യൂസ് ചെയ്യാറ്. കെമിക്കൽ ഡെപ്പോസിറ്റ് ഉള്ള സോയിലിൽ നമ്മൾ അലുമിനിയം സിമെന്റ് ആണ് യൂസ് ചെയ്യാറ്, കാരണം സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആയതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ഈസ് the minimum water content at which the soil just begin to crumble when rolled into thread of 3 mm in diameter is known as. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, കാരണം നിങ്ങളുടെ സിലബസിൽ ഇത് പറഞ്ഞിട്ടില്ല, പക്ഷെ എപ്പോഴും PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഈ ഏരിയയിൽ നിന്ന്. അതായത് നമ്മുടെ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്നൊരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരാറ്. അതായത് കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിലിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു കസഗ്രാൻഡെ സോയിലിന് മെയിൻലി 4 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാം. ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, സെമി സോളിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു കസഗ്രാൻഡെ സോയിലിന് 4 ഫിസിക്കൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാം. ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, സെമി സോളിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുന്ന ആ ബൗണ്ടറി വാട്ടർ കണ്ടന്റാണ് കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് പോകുന്ന ആ ബൗണ്ടറി വാട്ടർ കണ്ടന്റിനെയാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന്
സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്ന ആ ബൗണ്ടറി വാട്ടർ കണ്ടന്റിനെയാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ സെമി സോളിഡിൽ നിന്ന് സോളിഡിലോട്ട് പോകുന്ന ആ ബൗണ്ടറി വാട്ടർ കണ്ടന്റിനെയാണ് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതില് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് ലാബിൽ കണ്ടുപിടിച്ച് ഓർക്കുന്നുണ്ടാവും. ഒരു കസഗ്രാൻഡെ അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു അപ്പാരറ്റസ് ഉണ്ട്. നമ്മൾ ഗ്രൂവ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലോ കൊടുക്കുവാണ്. അപ്പൊ 25 നമ്പർ ഓഫ് ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് നോട്ട് ചെയ്യും ലിക്വിഡ് ലിമിറ്റിൽ. ഇനി പ്ലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു സോയിൽ ഒരു ബോൾ ആയിട്ട് എടുത്തിട്ട് ആ ബോളിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് 2 ഹാൻഡിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് 2 പാമിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്യുക 3 mm ഡയമീറ്ററിൽ. അപ്പൊ ജസ്റ്റ് ക്രാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ വാട്ടർ കണ്ടന്റാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ദെൻ ഷ്രിങ്കേജ് ലിമിറ്റ് നമ്മൾ മെർക്കുറി ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് വെച്ചിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യാറ്. പിന്നെ പെർമിബിലിറ്റി ലിമിറ്റ് എന്നൊരു ലിമിറ്റേ ഇല്ല. സോ ഇതിന്റെ ആൻസർ അപ്പൊ എത്രയായിരിക്കും? ഓർ എന്തായിരിക്കും? 3 mm ഡയമീറ്ററിൽ ജസ്റ്റ് ബിഗിൻസ് ടു ക്രംബിൾ ആ വാട്ടർ കണ്ടന്റ് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. Next is quantity of seepage of water through soils is proportional to. Quantity of seepage of water through soils is proportional to. വാട്ടർ സോയിലിൽ കൂടെ കിടത്തി വിടുന്നെങ്കിൽ അല്ലെങ്കിൽ സീപ്പ് ചെയ്യണമെങ്കിൽ അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് പ്രപ്പോർഷണൽ ടു കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ഓഫ് സോയിൽ. ആ ക്യൂ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു or Q is equal to KI ആണ് നമുക്ക് അറിയാം. അതുകൊണ്ട് K-നോട് പ്രപ്പോർഷണൽ ആണ്. ഡിപ്പെൻഡ്സ് ഓൺ കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ഓഫ് സോയിൽ. ദെൻ അതുപോലെ ഹെഡ് ലോസിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഐ എന്ന് പറയുമ്പോൾ എന്താ? ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ഹെഡ് ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാ ജസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ആ ഇക്വേഷൻ ഓർത്താൽ മതി. KIA ആണ്. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി വന്നേനെ. Next is when drainage is permitted under initially applied normal stress only and full primary consolidation is allowed to take place. The test is known as. അതായത് നോർമൽ സ്റ്റേജ് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജിൽ മാത്രമാണ് ഡ്രെയിനേജ് പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റിനെ പറയുന്ന ടെസ്റ്റ് പേരെന്താണ്? ക്വിക്ക് ടെസ്റ്റ് അല്ല. കാരണം ക്വിക്ക് ടെസ്റ്റ് ആണെങ്കിൽ 2 സ്റ്റേജിലും ഡ്രെയിനേജ് പെർമിറ്റഡ് അല്ല. ഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഇല്ല. കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? കൺസോളിഡേഷൻ സ്റ്റേജിൽ അതായത് നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജിൽ ഡ്രെയിനേജ് പെർമിറ്റഡ് ആണ്. ഷിയർ സ്റ്റേജിൽ ഡ്രെയിനേജ് പെർമിറ്റഡ് അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. Next is minimum water content at which the soil retains its liquid state and also possesses a small shearing strength against flowing is known as. ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു മിനിമം വാട്ടർ കണ്ടന്റ് എന്താണ്? എന്തായാലും അത് ലിക്വിഡ് ലിമിറ്റ് ആണ്. ആൻഡ് ഓൾസോ പോസസ് സ്മോൾ ഷിയറിംഗ് സ്ട്രെങ്ത് അഗെയിൻസ്റ്റ് ഫ്ലോയിങ്. ആ ബൗണ്ടറി വാട്ടർ കണ്ടന്റിനെയാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഒരു കുറച്ച് ലിക്വിഡ് സ്റ്റേറ്റിലും ഒഴുകി നടക്കുവല്ല സോയില്, ഒരു കുറച്ചൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അതിന് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് മിനിമം സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് സിൽറ്റ് സോയിൽസ്. നമുക്കറിയാം ക്ലേയുടെ സൈസ് എത്രയാ? 2 മൈക്രോൺ. ലെസ് ദാൻ 2 മൈക്രോൺ ആണ് ക്ലേ. അപ്പൊ 2 മൈക്രോൺ തൊട്ട് എന്തായി? സിൽറ്റ് ആണ്. 2 മൈക്രോൺ തൊട്ട് ഇപ്പുറോട്ട് സിൽറ്റ് ആണ്. സോ 0.002 mm ആണ് സിൽറ്റിന്റെ മിനിമം സൈസ്. 2 മൈക്രോൺ എന്ന് വെച്ചാൽ 0.002 mm ആണ്. സോ സിൽറ്റിന്റെ മിനിമം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.002 mm ആണ് സിൽറ്റിന്റെ മിനിമം സൈസ്. നെക്സ്റ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ്. അതും നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ CC ആണ് നമ്മൾ പറയാറ്. അതായത് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും മെയിൻലി 2 കോഎഫിഷ്യന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാറ്. CCയും CU. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചറും യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് CUവും കണ്ടുപിടിക്കാറുണ്ട്. അതിൽ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D30² / D60 × D10 ആൻഡ് CU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D60/D10 ആണ് CU. ഇനി ഈ D60 എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ D60 = 1 mm എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60% ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ ഫൈനർ ദാൻ 1 mm. അതാണ് അതിന്റെ മീനിങ്. ഇനി D10 ഒരു പേര് പറയാറുണ്ട് എഫക്റ്റീവ് സൈസ്.
എഫക്റ്റീവ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ D10 ആണ്, അത് ഓർത്തിരിക്കാം. ദെൻ പിന്നെ നമ്മൾ പറയുന്നത് Cu is greater than 4 for well graded gravel and Cu is greater than 6 for well graded sand. അത് ഓർത്തു വയ്ക്കുക. CUI uniformity coefficient is greater than 4 for well graded gravel and Cu is greater than 6 for well graded sand. ആ രണ്ട് കാര്യം ഓർത്തു വയ്ക്കുക. ഇപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ അപ്പൊ ഇതിലെ ഓപ്ഷൻ ഏതായിരിക്കും? D30² × D10 ആണ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. ഇതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ D60/D10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ആണ്. അതായത് Cu ആണ് D60/D10. കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ CC ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ D30² × D10 ആണ്. ആൻഡ് D60/D10 എന്ന് വെച്ച് കഴിഞ്ഞാൽ Cu ആണ്. അതായത് യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ആണ് D60/D10. അതിൽ D10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് സൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദി സോയിൽ ഇസ് ഡിനോട്ടഡ് ബൈ D10. അത് ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എഫക്റ്റീവ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് സോയിൽ ഈസ് ഡിനോട്ടഡ് ബൈ D10. Then accurate determination of water content is made by calcium carbide method, sandbath method, alcohol method, oven drying method. ഏതായിരിക്കും? ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണ് അക്യുറേറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ്. അതായത് നമ്മൾ 4 മെത്തേഡും വാട്ടർ കണ്ടന്റ് അത് ഓർത്ത് വെക്കുക കേട്ടോ. ഈ മെത്തേഡൊക്കെ നമുക്ക് വാട്ടർ കണ്ടന്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പൊ കുറെ മെത്തേഡ് തന്നിട്ട് ഇതിൽ ഏതാണ് വാട്ടർ കണ്ടന്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അത് നോക്കി വെക്കുക. ഇതെല്ലാം നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡാണ്. കാൽഷ്യം കാർബൺ മെത്തേഡ്, സാൻഡ് ബാത്ത് മെത്തേഡ്, ആൽക്കഹോൾ മെത്തേഡ്, ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, പിന്നെ പൈക്നോമീറ്റർ മെത്തേഡും കൂടി ഉണ്ട്. പൈക്നോമീറ്റർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും അക്യുറേറ്റ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണ്. അതായത് 24 hours നമ്മൾ ഡ്രൈ ചെയ്ത് വെയിറ്റ് എടുക്കുന്ന ആ മെത്തേഡ് ആണ് ഏറ്റവും അക്യുറേറ്റ് മെത്തേഡ് ഓഫ് വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ. നെക്സ്റ്റ് ഈസ് ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് എക്സിസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു സോയിലിൽ എക്സിസ്റ്റ് ചെയ്യാൻ 4 സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, സെമി സോളിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു. അവിടെ വരുന്ന ലിമിറ്റും നമ്മൾ പറഞ്ഞു. ഈ ലിമിറ്റ് ഒക്കെ ഏത് സോയിലായിരിക്കും കാണുക? സാൻഡി സോയിൽസിന് എന്തായാലും കാണില്ല, ഗ്രാവൽ സോയിൽസിനും എന്തായാലും കാണില്ല. കാരണം അതൊന്നും വെള്ളം ഒഴിച്ചാലും അത് അബ്സോർബ് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലൊന്നും അത് നിൽക്കില്ല. ദെൻ പിന്നെയുള്ള സിൽട്ടി സോയിലും ക്ലേയി സോയിലും ആണ്. പക്ഷെ ക്ലേയി സോയിലിനാണ് മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ട് ഈ 2 ലിമിറ്റും കാണുന്നത്. സിൽട്ടി സോയിൽസിനേക്കാൾ കൂടുതലും ക്ലേയി സോയിൽസിനാണ് മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ട് ഈ പ്രോപ്പർട്ടി കാണുന്നത്. നെക്സ്റ്റ്, ക്ലേ സോയിൽ മെയിൻലി കൺസിസ്റ്റ് ഓഫ് കയോലൈറ്റ്, മോൺമോർലൈറ്റ്, ഇല്ലൈറ്റ്, വെർമിസലൈറ്റ്, ഓൾ ദി അബോവ്. ഞാൻ ഇന്നലെ പറഞ്ഞു ബ്ലാക്ക് കോട്ടൺ സോയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ അകത്തുള്ള ക്ലേ മിനറൽ ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ എന്തായാലും മോൺമോർലൈറ്റ് എന്ന ആൻസർ ഉണ്ടെങ്കിൽ അത് എഴുതുക. മീൻസ് മോൺമോർലൈറ്റ് ആണ് ആൻസർ. അതുപോലെ ഇപ്പോൾ ക്ലേയുടെ സ്വെല്ലിങ്ങിന്റെയും ഷ്രിങ്കേജിന്റെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്ലേ മിനറൽ ഏതാണ് അങ്ങനെ ചോദിച്ചാൽ മോൺമോർലൈറ്റ് ആണ് അതിന്റെ ആൻസർ. പക്ഷെ അതല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലേ സോയിൽ മെയിൻലി കൺസിസ്റ്റ് ഓഫ്, നോർമലി ഒരു ക്ലേ, നോർമലി എന്നൊന്നും പറഞ്ഞിട്ടില്ല, ജനറലി ചുമ്മാ ക്ലേ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം ക്ലേ മിനറൽ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു കയോലൈറ്റ്, മോൺമോർലൈറ്റ്, ഇല്ലൈറ്റ്, ഇത് 3 മെയിൻലി ക്ലേ മിനറൽ എന്ന് പറയുന്നത്. അതല്ലാണ്ട് വെർമിസലൈറ്റ് ഉണ്ട്, ഹാലോസൈറ്റ് ഉണ്ട്, ഇതൊക്കെ ക്ലേ മിനറൽ ആണ്. അതില് ക്ലേയില് ഇതെല്ലാം നമുക്ക് കാണാം. കാരണം ഒരു ടൈപ്പ് ഓഫ് സോയിലിൽ ഒരു ക്ലേ മിനറൽ കാണാം. സോ ക്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇതിന്റെ അത് ക്ലേ സോയില് ഈ മിനറൽസ് എല്ലാം കാണാം. സോ ആൻസർ ഈസ് ഓൾ ദി അബോവ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല. ബ്ലാക്ക് കോട്ടൺ സോയിലിനോ അല്ലെങ്കിൽ ബെനഡൈറ്റ് സോയിലിനോ അല്ലെങ്കിൽ സോയിൽ വിച്ച് എക്സിബിറ്റ്സ് സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കേജ് കൺസിസ്റ്റ് ഓഫ് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? മോൺമോർലൈറ്റ് എന്ന് വന്നേനെ. അതുപോലെ ലീസ്റ്റ് ആക്റ്റീവ് ക്ലേ മിനറൽ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് വന്നേനെ? കയോലൈറ്റ് വന്നേനെ. അതുപോലെ ഇപ്പൊ പൊട്ടാഷ്യം ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലേ മിനറൽ ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അതിൽ ഇല്ലൈറ്റ്. മോൺമോർലൈറ്റിന്റെ സെയിം സ്ട്രക്ചർ ബട്ട് it is having potassium bond in between and is having more or is more stable than monomorlite. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അത് ഇല്ലൈറ്റ് ആണ്. കാരണം ഇല്ലൈറ്റിന് സെയിം സ്ട്രക്ചർ ആണ്, മോൺമോർലൈറ്റിന്റെ സെയിം സ്ട്രക്ചർ ആണ് ഇല്ലൈറ്റിന്. പക്ഷെ
മോൺമോർലൈറ്റിന്റെ അത്രയും സ്വെല്ലിംഗ് ഇല്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ യൂണിറ്റ്സും ബോണ്ട് ചെയ്തേക്കുന്നത് പൊട്ടാഷ്യം ബോണ്ട് വെച്ചാണ്. അതുകൊണ്ട് അവിടെ വാട്ടർ പെട്ടെന്ന് അത് എൻ്റർ ചെയ്യാൻ, ആ ബോണ്ട് ബ്രേക്ക് എൻ്റർ ചെയ്യില്ല എന്നല്ല, പക്ഷെ മോൺമോർലൈറ്റിന്റെ അത്രയും പെട്ടെന്ന് വാട്ടർ എൻ്റർ ചെയ്യില്ല. ഇവിടെ മോൺമോർലൈറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് വാണ്ടർവാൾസ് ബോണ്ടാണ്. വാണ്ടർവാൾസ് ബോണ്ട് നിങ്ങൾക്ക് അറിയാം, അത് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ബോണ്ടാണ്. പെട്ടെന്ന് തന്നെ വാട്ടർ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അകത്തോട്ട് കയറുകയും പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യും. സോ മോൺമോർലൈറ്റിന്റെ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇല്ലൈറ്റിന്, പക്ഷെ ബോണ്ടിങ് ഏതാണ്? മോൺമോർലൈറ്റില് വാണ്ടർവാൾസ് ബോണ്ടിങ്ങും ഇല്ലൈറ്റില് പൊട്ടാഷ്യം ബോണ്ടിങ്ങും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇല്ലൈറ്റില് സ്വെല്ലിംഗ് കുറവായിരിക്കും കമ്പയർഡ് ടു മോൺമോർലൈറ്റ്. കയോലൈറ്റിൽ എങ്ങനെയായിരിക്കും സ്വെല്ലിംഗ്? ഇതിന്റെ രണ്ടിനേക്കാളും സ്വെല്ലിംഗ് കുറവായിരിക്കും കയോലൈറ്റ്. കയോലൈറ്റ് ലീസ്റ്റ് ആക്റ്റീവ് ക്ലേ മിനറലാണ്, അവിടെ ലീസ്റ്റ് സ്വെല്ലിംഗ് ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ചൈന ക്ലേ ആണ്. കയോലൈറ്റിന്റെ എക്സാമ്പിൾ ചൈന ക്ലേ ആണ്. നെക്സ്റ്റ് ഈസ് എ കോഴ്സ് ഗ്രെയിൻഡ് soil has void ratio 0.75 and specific gravity 2.75. The critical gradient at which quicksand condition occurs is. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ജസ്റ്റ് നമ്മുടെ അപ്വേർഡ് ഫ്ലോ നടക്കുവാണ്. അതായത് ശരിക്കും വാട്ടർ എങ്ങനെയാ ഫ്ലോ ചെയ്യാറ്? ഡൗൺവേർഡ്ലി ആണ് വാട്ടർ ഫ്ലോ ചെയ്യാറ്. പക്ഷെ അതല്ല, അതിന് പകരം സോയിൽ വാട്ടർ അപ്വേർഡ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ പോർ വാട്ടർ പ്രഷർ കൂടും. പോർ വാട്ടർ പ്രഷർ കൂടി 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 ഒരു സ്റ്റേജ് എത്തും such that sigma dash will be equal to 0. അതായത് സിഗ്മ മൈനസ് യു അല്ലെ സിഗ്മ ഡാഷ്. അപ്പൊ പോർ വാട്ടർ പ്രഷർ ഒരുപാട് കൂടി കഴിഞ്ഞാൽ സിഗ്മ മൈനസ് യു, സിഗ്മയും യുവും ഈക്വൽ ആവുന്ന കണ്ടീഷനിൽ സിഗ്മ ഡാഷ് 0 ആവും. അതായത് എഫക്റ്റീവ് സ്ട്രെസ് 0 ആവും. അപ്പോൾ കൊഹസീവ് സോയിലിലെ ഷിയർ സ്ട്രെങ്ത്തിന്റെ വാല്യൂ എന്ത് വരും? എസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഡാഷ് ടാൻ ഫൈവ് ഡാഷ് എന്ന് എടുക്കുവാണെങ്കിൽ സി പ്ലസ് സിഗ്മ ടാൻ ഫൈവിലെ നമ്മുടെ ഇക്വേഷൻ. കോക്ഷൻലെസ് സോയിലാണെങ്കിൽ സി 0 ആണ്. അതായത് സാൻഡി സോയിൽസിൽ സി 0 ആണ്. അപ്പോൾ എന്ത് വരും? സിഗ്മ ഡാഷും 0 വന്നു. അപ്പോൾ സിഗ്മ ഡാഷ് 0 വരുന്ന കണ്ടീഷനിൽ ഷിയർ സ്ട്രെങ്ത് 0 വന്നു. ഷിയർ സ്ട്രെങ്ത് 0 വരുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഇങ്ങനെ ബോയിലിംഗ് കണ്ടീഷനിൽ നിൽക്കും. ക്വിക്സാൻഡ് ഓർ ബോയിലിംഗ് കണ്ടീഷൻ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇങ്ങനെ എന്താ പറയാ, ഈ മണൽത്തരികൾ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന രീതിയിൽ തോന്നും നമുക്ക്. ആ കണ്ടീഷനാണ് ക്വിക്സാൻഡ് കണ്ടീഷൻ. അപ്പൊ അവിടെ ലോഡൊന്നും ബെയർ ചെയ്യാൻ പറ്റില്ല, ഷിയർ സ്ട്രെങ്ത് 0 ആവുന്ന കണ്ടീഷനാണ്. അപ്പൊ ആ കണ്ടീഷനിലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റിനെയാണ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക. ക്വിക്സാൻഡ് കണ്ടീഷനിൽ ഷിയർ സ്ട്രെങ്ത് 0 ആവുന്ന ടൈമിലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റിനെയാണ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഐ സി ഇസ് ഈക്വൽ ടു ജി മൈനസ് 1/1 + E ആണ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇക്വേഷൻ. സോ നമുക്ക് തന്നിട്ടുണ്ട്, ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ 2.75 - 1 ഡിവൈഡഡ് ബൈ 1 + 0.75. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2.75 - 1 എന്താ? 1.75 ഡിവൈഡഡ് ബൈ 1 + 0.75 1.75. 1.75 / 1.75 ആൻസർ ഈസ് 1 കിട്ടും നമുക്ക് ആൻസർ. അപ്പോൾ ഓർക്കുക, ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെങ്ത് 0 ആവുന്ന കണ്ടീഷനാണ്. എപ്പോഴാണ് ആ കണ്ടീഷൻ വരുന്നത്? വാട്ടർ അപ്വേർഡ് ഫ്ലോ ചെയ്യുന്ന സമയത്താണ് ആ കണ്ടീഷൻ വരുന്നത്. അത് ഓർ ബോയിലിംഗ് കണ്ടീഷൻ, ക്വിക്സാൻഡ് കണ്ടീഷന് ബോയിലിംഗ് കണ്ടീഷൻ എന്നും പറയാറുണ്ട്. ഇനി ആ ടൈമിലെ ആ ഷിയർ സ്ട്രെങ്ത് 0 ആവുന്ന ടൈമിലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റിനെയാണ് ക്രിട്ടിക്കൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇക്വേഷൻ ആയിട്ട് മാത്രം ചോദിച്ചിട്ടുണ്ട് കേട്ടോ PSC-യിൽ. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇക്വേഷൻ G - 1/1 + E. അതല്ലെങ്കിൽ ഇന് നമുക്കറിയാം ഓൾറെഡി. ഇ എന്ന് വെച്ചാൽ എന്താ? ഇ ഈസ് ഈക്വൽ ടു n/1 - n ആണ്. അപ്പൊ ആ റിലേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 + n/1 - n വരും. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആകുമ്പോഴത്തേക്കും 1 - n + n ഡിവൈഡഡ് ബൈ 1 - n വരും. അപ്പൊ ആ 1 - n ഡിനോമിനേറ്റർ കിടക്കുന്ന 1 - n മേളിലോട്ട് പോകും.
ഇവിടെ 1 മൈനസ് എൻ പ്ലസ് എൻ വരും. അപ്പൊ ആ എന്നും എന്നും കട്ടായിട്ട് എന്ത് ഒരു ഇക്വേഷൻ ജി മൈനസ് എൻ 1 ഇൻറ്റു 1 മൈനസ് എന്നും വരും. അപ്പൊ രണ്ട് രീതിയിൽ ഇക്വേഷൻ എഴുതാം. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി ആ റിലേഷൻ പഠിച്ചിട്ട്. അപ്പോൾ ഓപ്ഷനിൽ ഏതാണോ ഉള്ളത്, ഇൻ ടേംസ് ഓഫ് ഇ ആണോ അതോ ഇൻ ടേംസ് ഓഫ് എൻ ആണോ നോക്കിയിട്ട് വേണം ഇക്വേഷൻ ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഒന്നല്ലെങ്കിൽ ജി മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ, അല്ലെങ്കിൽ ജി മൈനസ് 1 ഡിവൈഡഡ് ഇൻറ്റു ജി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എന്നും വരാം. രണ്ടും കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ഈസ് പിക്ക് അപ്പ് ദി കറക്റ്റ് statement from the following. The statement, failure plane carries maximum shear stress. Failure plane doesn't carry maximum shear stress. Failure plane carries shear stress equal to maximum shear stress. Then none of these. എന്തായിരിക്കും ആൻസർ? എന്തായാലും ഫെയിലിയർ പ്ലെയിനിൽ മാക്സിമം ഷിയർ സ്ട്രെസ് അല്ല, അവിടെ ഫെയിലിയർ ഷിയർ സ്ട്രെസ് ആണ് ഫെയിലിയർ പ്ലെയിൻ ക്യാരി ചെയ്യുന്നത്. സോ ഫെയിലിയർ പ്ലെയിൻ ഡസൻ ക്യാരി മാക്സിമം ഷിയർ സ്ട്രെസ്. അതാണ് ആൻസർ. ഇത്രയാണ് മെയിൻലി ഷിയർ സ്ട്രെങ്ത് എന്നുള്ളത്. ഇനി അടുത്ത കൺസോൾട്ടേഷൻ. കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ ഓഫ് ദ സോയിൽ ഡ്യൂ ടു എസ്കേപ്പ് ഓഫ് വാട്ടർ വെൻ എക്സ്റ്റേണൽ ലോഡ് ഈസ് അപ്ലൈഡ് ഈസ് കോൾഡ് കൺസോൾട്ടേഷൻ. അതായത് നമ്മൾ സോയിലിനെ കംപ്രസ് ചെയ്യുക. സോയിലിനെ കംപ്രസ് ചെയ്യുമ്പോൾ സോയിലിന്റെ വോയിഡ്സിൽ എന്തൊക്കെയുണ്ട്? എയറും ഉണ്ട്, വാട്ടറും ഉണ്ട്. അതിൽ വാട്ടർ എക്സ്പെൽ ഔട്ട് ആവുന്നത് കൊണ്ട് അവിടുത്തെ വോളിയം റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇൻ കേസ് അതല്ല, എയർ ആണ് എക്സ്പെൽ ഔട്ട് ആവുന്നതിന് അതിനെ കോമ്പാക്ഷൻ എന്ന് പറയും. കോമ്പാക്ഷൻ വരുന്നുണ്ട്. കൺസോൾട്ടേഷൻ പഠിക്കുക. കംപ്രഷൻ ഓഫ് ദ സോയിൽ മാസ് ഡ്യൂ ടു ദ എക്സ്പെൽഷൻ ഓഫ് വാട്ടർ ഫ്രം ദ വോയിഡ്സ് ഓഫ് ദ സോയിൽ മാസ് ഈസ് നോൺ ആസ് കൺസോൾട്ടേഷൻ. അത് തന്നെ 3 സ്റ്റേജിൽ നടക്കാം. ഒന്ന് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ, നെക്സ്റ്റ് പ്രൈമറി കൺസോൾട്ടേഷൻ, നെക്സ്റ്റ് സെക്കൻഡറി കൺസോൾട്ടേഷൻ. അതിൽ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ വെച്ചാൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പം തന്നെ ജസ്റ്റ് ഒരു മൈന്യൂട്ട് റിഡക്ഷൻ, ആ ലോഡിന്റെ ആപ്ലിക്കേഷന്റെ ഇമ്പാക്ട് കാരണം ഒരു റിഡക്ഷൻ ഉണ്ടാവാം. അതിനെയാണ് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൈമറി കൺസോൾട്ടേഷൻ, ഇനിഷ്യൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് വോളിയം റെഡ്യൂസ് ചെയ്യുവാണ് വിത്ത് ദ എക്സ്പെൽഷൻ ഓഫ് വാട്ടർ ഫ്രം ദ വോയിഡ്സ്. അത് കാരണം വോളിയം റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൈമറി കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടും വീണ്ടും വോളിയം റെഡ്യൂസ് ചെയ്യുവാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് സെക്കൻഡറി കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അത് മെയിൻലി ഡ്യൂ ടു ദ റീഅറേഞ്ച്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ പാർട്ടിക്കിൾസ്. ആ റീഅറേഞ്ച്മെന്റ് പ്രോസസ്സ് കാരണമാണ് അവിടെ വോളിയം റിഡക്ഷൻ വരുന്നത്. സോ 3 ടൈപ്സ് ഓഫ് കൺസോൾട്ടേഷൻ ആണുള്ളത്, അല്ലെങ്കിൽ 3 സ്റ്റേജസ് ഓഫ് കൺസോൾട്ടേഷൻ ആണുള്ളത്. ഇനിഷ്യൽ, പ്രൈമറി ആൻഡ് സെക്കൻഡറി കൺസോൾട്ടേഷൻ. ഇനിഷ്യൽ കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് ഒരു റിഡക്ഷൻ വോളിയം സംഭവിക്കുന്നുണ്ട്. അതിനാണ് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു റിഡക്ഷൻ വോളിയം സംഭവിക്കുകയാണ് വിത്ത് എക്സ്പെൽഷൻ ഓഫ് വാട്ടർ ഫ്രം ദ വോയിഡ്സ്. അതിനാണ് പ്രൈമറി കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടും ഒരു റിഡക്ഷൻ വോളിയം സംഭവിക്കുകയാണ് വിത്ത് റീഅറേഞ്ച്മെന്റ് ഓഫ് ദ സോയിൽ ആൻഡ് വാട്ടർ പാർട്ടിക്കിൾസ്. അത് കാരണം റിഡക്ഷൻ വോളിയം സംഭവിക്കുന്നതിനാണ് സെക്കൻഡറി കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രൈമറി കൺസോൾട്ടേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ടോട്ടൽ കൺസോൾട്ടേഷൻ. ഇതില് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. പ്രോസസ് ഓഫ് കൺസോൾട്ടേഷൻ ഇത് എക്സ്പ്ലൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പ്രിംഗ് അനലോജി. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഈ കൺസോൾട്ടേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സ്പ്രിംഗ് അനലോജി എന്നൊരു പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതെന്താന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഞാൻ പറയാം. അതിൻ്റെ ഒരു സ്പ്രിംഗ് നമ്മൾ എടുക്കുന്നുണ്ട്, സിലിണ്ടറിൻ്റെ അകത്ത് ഒരു വാൽവ് വിത്ത് വാൽവ് പിസ്റ്റണും. അപ്പം ആദ്യം നമ്മൾ വാൽവ് ക്ലോസ്ഡ് കണ്ടീഷനിൽ വെച്ചു. ആ സിലിണ്ടറിനകത്ത് വാട്ടറും ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ലോഡ് കൊടുക്കുവാണ്, 1 ന്യൂട്ടൺ എന്ന ലോഡ് കൊടുത്തു. അപ്പോൾ വാട്ടർ ഉള്ള സമയത്ത് വാൽവ് ക്ലോസ്ഡ് ആയിരുന്നു. ആ സമയത്ത് സ്പ്രിങ്ങിന്റെ ലെങ്ത് എത്രയായിരുന്നു? ഇപ്പൊ 100 mm ആണെങ്കിൽ 100 mm തന്നെയാണ് നിൽക്കുന്നുള്ളൂ. അതേസമയം വാൽവ് ഓപ്പൺ ചെയ്ത സമയത്ത് സ്പ്രിങ്ങിന്റെ ലെങ്ത് 90 mm ആയിട്ടോ അല്ലെങ്കിൽ 80 mm ആയിട്ടോ കുറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? വാട്ടർ എക്സ്പെൽ ഔട്ട് ആയി. സോ വാട്ടർ എടുത്തുകൊണ്ടിരുന്ന ലോഡ് സ്പ്രിങ് എടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് സ്പ്രിങ് കംപ്രസ് ആയത്. ഇതേ സെയിം പ്രോസസ് തന്നെയാണ് നമ്മുടെ സോയിലിലെ കൺസോൾട്ടേഷനിൽ. അതായത് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? വാട്ടർ എക്സ്പെൽ ഔട്ട് ആവും. അപ്പോൾ വാട്ടർ എടുത്തുകൊണ്ടിരുന്ന ലോഡ് സോയിൽ എടുക്കും. സോ സോയിൽ കംപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. അത് വാൽവ് കണ്ടീഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഏതിനെയാണ്? പെർമിബിലിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പെർമിബിലിറ്റി കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ പെർമിബിലിറ്റി കടത്തി വിടുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ വാട്ടറിനെ കടത്തി വിടുന്ന അനുസരിച്ചിരിക്കും ഈ കൺസോൾട്ടേഷൻ പ്രോസസ്സ്.
നടക്കുന്നത്. അപ്പൊ സ്പ്രിംഗ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? സോയിൽ പാർട്ടിക്കിൾസിനെ ആയിരിക്കും. അതുപോലെ വാട്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്, വാട്ടർ ഇൻ ദ സിലിണ്ടർ റെപ്രസെന്റ് വാട്ടർ പ്രസന്റ് ഇൻ ദ വോയിഡ്സ് ഓഫ് ദ സോയിൽ മാസ്. വാൽ കണ്ടീഷൻ റെപ്രസെന്റ് പെർമിബിലിറ്റി ഓഫ് ദ സോയിൽ മാസ്. അത്രയും മാത്രം ജസ്റ്റ് ഓർത്ത് വെക്കുക. സ്പ്രിംഗ് അനലോജി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് ഇസ് നോർമലി കൺസോളിഡേറ്റഡ്, ഓവർ കൺസോളിഡേറ്റഡ്, അണ്ടർ കൺസോളിഡേറ്റഡ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അതിൽ നോർമലി കൺസോളിഡേറ്റഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ എന്ത് പ്രഷർ ആണോ അപ്ലൈ ചെയ്യുന്നത് അതാണ് അതിന്റെ ലൈഫിൽ തന്നെ കിട്ടിയിരുന്ന മാക്സിമം പ്രഷർ. ദി സോയിൽ വിച്ച് ഹാഡ് നോട്ട് ബീൻ സബ്ജക്റ്റഡ് ടു എ പ്രഷർ ഗ്രേറ്റർ ദാൻ ദ പ്രസന്റ് എക്സിസ്റ്റിംഗ് പ്രഷർ. ഇപ്പോഴത്തെ പ്രഷർ ആണ് മാക്സിമം പ്രഷർ. അതിനേക്കാൾ കൂടുതൽ പ്രഷർ അത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇനി ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ അത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സോയിലിനെയാണ് ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. ഇനി അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രഷറിൽ പോലും അത് കൺസോളിഡേറ്റഡ് ആയിട്ടില്ല. അങ്ങനത്തെ സോയിലിനെയാണ് അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. സോ ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ ഓർ നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ, ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ, അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ. നോർമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രഷർ ആണ് മാക്സിമം പ്രഷർ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം പ്രഷർ. ഇനി ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ അത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രഷറിൽ പോലും അത് കൺസോളിഡേറ്റഡ് ആവുന്നില്ല. അങ്ങനത്തെ സോയിലിനാണ് അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പ്രീ കൺസോളേഷൻ പ്രഷർ. പ്രീ കൺസോളേഷൻ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള്, അതായത് പ്രീ കൺസോളേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോയിൽ കൺസോളിഡേറ്റ്, കൺസ്ട്രക്ഷന് മുമ്പേ സോയിൽ കൺസോളിഡേറ്റ് ആണെങ്കിൽ അതിനെയാണ് പ്രീ കൺസോളേഷൻ എന്ന് പറയുന്നത്. ഓർ പ്രീ കൺസോളേഷൻ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോയിലിന്റെ ലൈഫ് ഹിസ്റ്ററി തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്, അതിനെയാണ് പ്രീ കൺസോളേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഈ പ്രീ കൺസോളേഷൻ പ്രഷർ കണ്ടുപിടിക്കുന്നത് നമ്മൾ കസഗ്രാൻഡേസ് മെത്തേഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് ഏത് മെത്തേഡാന്ന് ഓർത്ത് വയ്ക്കുക. കസഗ്രാൻഡേസ് മെത്തേഡ് ആണ് പ്രീ കൺസോളേഷൻ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി AV. കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി AV എന്ന് വെച്ച് കഴിഞ്ഞാൽ it is defined as the decrease in void ratio per unit increase in effective stress. Decrease in void ratio per unit increase in effective stress ആണ് coefficient of compressibility AV. അപ്പോൾ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വന്നത്? AV is equal to minus delta E by delta sigma dash. എന്തുകൊണ്ടാണ് മൈനസ് സൈൻ വന്നത്? വോയിഡ് റേഷ്യോ കുറയുവാണ്. ഒരു ഡിക്രീസ് ഇൻ വോയിഡ് റേഷ്യോ നമ്മൾ പറയുന്നത് പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ് ആണ്. സോ എഫക്റ്റീവ് സ്ട്രെസ് കൂടുന്തോറും വോയിഡ് റേഷ്യോ കുറയുന്നതുകൊണ്ട് തന്നെ മൈനസ് ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ സിഗ്മ ഡാഷ് എന്ന് വരും. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി AV. നെക്സ്റ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി ഓർ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് MV. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ വോളിമെട്രിക് സ്ട്രെയിൻ പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ്. അപ്പോൾ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ? ഡെൽറ്റ V ബൈ V0. അപ്പോൾ മൈനസ് ഡെൽറ്റ V ബൈ V0 ബൈ ഡെൽറ്റ സിഗ്മ ഡാഷ് ആണ് MV. ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്, ഇതിന്റെ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈസ് ആ MV തന്നെ നമ്മൾ എഴുതാവുന്ന MVയും AVയും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ ഡെറൈവ് ചെയ്യാൻ പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. MV എന്ന് വെച്ചാൽ EV ബൈ 1 + E0. എന്താ AV എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി. ആ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്തായിരുന്നു? മൈനസ് ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ സിഗ്മ ഡാഷ് ആണ് AV. ദെൻ MV എന്താ? minus delta V by V0 divided by delta sigma dash, and MV and AV are connected by MV is equal to AV by 1 plus E0. Then അതല്ലാണ്ട് MV വെച്ചൊരു വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, സെറ്റിൽമെന്റ് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഡെൽറ്റ H is equal to MV into H0 into delta sigma dash, where delta H is the settlement of the soil. MV നമുക്ക് ഓൾറെഡി അറിയാം, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി ആണ്. H0 എന്ന് വെച്ച് കഴിഞ്ഞാൽ thickness of the soil layer,
ആൻഡ് ഡെൽറ്റ സിഗ്മ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് സ്ട്രെസ്. നെക്സ്റ്റ് ഇസ് കംപ്രഷൻ ഇൻഡെക്സ് CC. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ തവണയും ചോദിക്കാറുള്ളതാണ് കംപ്രഷൻ ഇൻഡെക്സ്. കംപ്രഷൻ ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ഇ ലോഗ് സിഗ്മ ഡാഷ് കർവ് ആണ് കംപ്രഷൻ ഇൻഡെക്സ്. ആൻഡ് CC ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ ലോഗ് സിഗ്മ 0 ഡാഷ് പ്ലസ് ഡെൽറ്റ സിഗ്മ ഡാഷ് ബൈ സിഗ്മ 0 ഡാഷ്. അതെങ്ങനെ നമുക്ക് ഇക്വേഷൻ വരാം? നമുക്ക് അറിയാം ഇ വേഴ്സസ് ലോഗ് സിഗ്മ ഡാഷ് കർവ് ആണ് CC, അതിന്റെ സ്ലോപ്പ് ആണ് CC. അപ്പൊ ഇതാണ് നമ്മുടെ ഇ വേഴ്സസ് ലോഗ് സിഗ്മ ഡാഷ് കർവ്. ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് സ്ലോപ്പ് എടുക്കുന്നത് എങ്ങനെയാ? dy/dx ആണ്. അപ്പൊ ഇത് നമ്മൾ ഡെൽറ്റ ഇ ആയിട്ടും എടുത്തു. ഇത് ലോഗ് സിഗ്മ 0 ഡാഷ് പ്ലസ് ഡെൽറ്റ സിഗ്മ ഡാഷ് മൈനസ് ലോഗ് സിഗ്മ 0 ഡാഷ് ആണ് ഈ ഡിസ്റ്റൻസ്. പക്ഷെ ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ? ലോഗ് എ ബൈ ബി ആണ്. സോ ലോഗ് സിഗ്മ 0 ഡാഷ് പ്ലസ് ഡെൽറ്റ സിഗ്മ ഡാഷ് ബൈ സിഗ്മ 0 ഡാഷ് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ കാണാണ്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഈ ഫിഗർ ഓർത്ത് പഠിച്ചാൽ മതി. സോ കംപ്രഷൻ ഇൻഡെക്സ് CC ആണ്. മറ്റേ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു? AB ആയിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി AB ആണ്. അതുപോലെ കംപ്രഷൻ ഇൻഡെക്സ് CC ആണ്. ഇനി അതല്ലാണ്ട് വേറെ രണ്ട് ഇക്വേഷനും കൂടി ഉണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. CC ഈസ് ഈക്വൽ ടു 0.009 WL minus 10 for natural or undisturbed soil, and CC is equal to 0.007 WL minus 10 for remolded soil. ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ WL എന്ന് വെച്ചാൽ എന്താ? ലിക്വിഡ് ലിമിറ്റ് ആണ്. അപ്പൊ ലിക്വിഡ് ലിമിറ്റ് നമ്മൾ സാധാരണ നമുക്ക് തരുന്നത് പെർസെന്റേജിലാണ്. 10, 25%, 75% എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരാറുണ്ട്. അപ്പൊ അത് എത്രയാണോ പെർസെന്റേജിലുള്ള, സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ആ പെർസെന്റേജിലുള്ള വാല്യൂവിനെ ഡെസിമലിലാക്കിയിട്ടാണ് പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ മാത്രം അങ്ങനെ പെർസെന്റേജിലുള്ള വാല്യൂ ഡെസിമലിലോട്ട് ആക്കരുത്. എത്രയാണോ പെർസെന്റേജ് കിടക്കുന്നത് അത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 75% ആണെങ്കിൽ 75 മൈനസ് 10 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലാണ്ട് 0.75 എന്ന് എടുക്കരുത് ഈ ഇക്വേഷനിൽ മാത്രം. ബാക്കി എല്ലാ കേസിലും നമ്മൾ ഡെസിമലിൽ ആക്കിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ്, എന്നിട്ട് വീണ്ടും പെർസെന്റേജിലോട്ട് ആക്കുക ചെയ്യാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് ഡെസിമലിൽ പെർസെന്റേജ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെസിമലിൽ ആക്കാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Next is Tersagi's theory of consolidation. Tersagi's theory of consolidation എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്. അതുപോലെ സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. Then solid particles and water in the voids are incompressible. That is, consolidation എങ്ങനെ occur ചെയ്യുന്നത്? With the expulsion of water from the voids. അത് കാരണമാണ് consolidation ഉണ്ടാവുന്നത്. Then coefficient of permeability of soil has same value at all points and it remains constant during the entire period of consolidation. Then Darcy's law is valid. Soil is laterally confined and consolidation takes place only in the axial direction. The time lag in consolidation is due to the low permeability of the soil. There is a unique relationship between the void ratio and effective stress, and this relationship remains constant during the load increment. ഇത്രയാണ് അസംഷൻസ്. അസംഷൻസ് പറയാൻ കാരണം ചിലപ്പോൾ കുറച്ച് പോയിന്റ്സ് എന്നിട്ട് ഇതിൽ ഏതാണ് അസംഷൻസ് അല്ലാത്തത് എന്ന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്. പിന്നെ നമുക്ക് അറിയാം എന്തായാലും ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ വാട്ടർ എക്സ്പെൽ ഔട്ട് ആവുള്ളൂ. പിന്നെ കൺസോളേഷൻ എന്തുകൊണ്ടാണ് ഒക്കർ ചെയ്യുന്ന പോയിന്റ്, അതായത് എക്സ്പെൽഷൻ ഓഫ് വാട്ടർ ഫ്രം ദ വോയിഡ്സ് കാരണമാണ് കൺസോളേഷൻ നടക്കുന്നത്. പിന്നെ ഈ പെർമിയബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും സെയിം ആണ്, എല്ലാ പോയിന്റ്സ് ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലാം സെയിം ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ കൺസോളേഷൻ പീരീഡ് ഫുൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ പെർമിയബിലിറ്റി പറയുന്നതുകൊണ്ട് തന്നെ അത് ആയിട്ട് കണക്ട് ചെയ്യുന്ന ലോയും കൂടി വാലിഡ് ആണെന്ന് ഓർക്കുക. അതായത് പെർമിയബിലിറ്റി കണക്ട് ചെയ്യുന്ന ലോ ഏതാ? ഡാർസീസ് ലോ ആണ്. സോ ഡാർസീസ് ലോ വാലിഡ് ആണെന്ന് ഓർക്കുക. അതുപോലെ സോയിൽ ലാറ്ററലി കൺഫൈൻഡ് ആണ്, അതായത് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങടേക്ക് വാട്ടർ പോകുന്നില്ല, പകരം ഇവിടെ നിന്ന് മേളിൽ വെർട്ടിക്കലി ആണ് ഓർ ആക്സിയൽ ഡയറക്ഷനിലാണ് വാട്ടർ പോകുന്നുള്ളൂ. ദെൻ ദ ടൈം ലാഗ് ഇൻ കൺസോളേഷൻ ഈസ് ഡ്യൂ ടു ലോ പെർമിയബിലിറ്റി ഓഫ് ദ സോയിൽ. കാരണം ക്ലേ സോയിലാണ് നമ്മൾ സാധാരണ കൺസോളേഷൻ ചെയ്യാറ്. അപ്പൊ ക്ലേ സോയിലാണ് പെർമിയബിലിറ്റി എങ്ങനെയാണ് കുറവാണ്, അതുകൊണ്ട് തന്നെ കൺസോളേഷൻ ടൈം ലാഗ് ഉണ്ടാവും, അത് ലോ പെർമിയബിലിറ്റി കാരണമാണ്. അതുപോലെ there is a unique relationship between void ratio and effective stress, and this relationship remains constant during the load increment.
അത് നമുക്കറിയാം വോയിഡ് റേഷ്യോ എഫക്റ്റീവ് സ്ട്രെസ്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല നമുക്ക് കംപ്രഷൻ ഇൻഡെക്സ് കിട്ടിയത് CC, സ്ലോപ്പ് ഓഫ് E log സിഗ്മ ഡാഷ് കർവ് ആണ് CC. സോ അത് തമ്മിലൊരു യൂണിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ കൺസോളേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ കൺസോളേഷൻ. ദാറ്റ് ഈസ് du/dt is equal to CV into d square u by dz square. അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ കൺസോളേഷൻ, where CV is the coefficient of consolidation and u is the excess hydrostatic pressure. CV is the coefficient of consolidation and u is the excess hydrostatic pressure. അതല്ലാണ്ട് കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റിയും കോഎഫിഷ്യന്റ് ഓഫ് കൺസോളേഷനും കണക്ട് ചെയ്ത് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, അതും പഠിച്ചു വെക്കുക. CV is equal to K/mv into gamma W. mv നമുക്ക് ഓൾറെഡി അറിയാം, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി ഓർ വോളിയം ചേഞ്ച് ആണ് mv, ആൻഡ് ഗാമ W is the unit weight of water. ഇനി സൊല്യൂഷൻ ഓഫ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പ്രോബ്ലം ഞാൻ നാളെ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഈ പ്രോബ്ലം പഠിച്ചു വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ടി വി എന്ന് വെച്ചാൽ CV into T/d² ആണ്. TV എന്ന് വെച്ചാൽ ടൈം ഫാക്ടർ ആണ്. അത് ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ്. TV എന്ന പാരാമീറ്റർ ഡയമെൻഷൻലെസ് ആണ്. TV എന്ന് വെച്ചാൽ ടൈം ഫാക്ടർ ആണ്. ഇനി CV നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് കൺസോളേഷൻ ആണ് CV. ഈ T എന്ന് വെച്ചാൽ ടൈം ആണ്, D എന്ന് വെച്ചാൽ ഡ്രെയിനേജ് പാത്ത് ആണ്. ഡ്രെയിനേജ് പാത്ത് എന്ന് വെച്ചാൽ വേറൊന്നും അല്ല, ആ സോയിലിന്റെ അകത്തുള്ള വാട്ടർ പാർട്ടിക്കിളിന് ഫ്രീ ഡ്രെയിനിങ് സർഫസിലോട്ട് എത്താനായിട്ട് എത്ര ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്യേണ്ടത്, ആ ഡിസ്റ്റൻസിനെയാണ് ഡ്രെയിനേജ് പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ സിംഗിൾ ഡ്രെയിനേജും ഉണ്ട്, ഡബിൾ ഡ്രെയിനേജും ഉണ്ട്. ഫോർ സിംഗിൾ ഡ്രെയിനേജ് ആകുമ്പോഴത്തേക്കും D is equal to H ഉം, ആൻഡ് ഫോർ ഡബിൾ ഡ്രെയിനേജ് ആകുമ്പോഴത്തേക്കും D is equal to H/2 ആണ്. ഓക്കെ, അപ്പൊ സിംഗിൾ ഡ്രെയിനേജിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മള് ഫീൽഡിൽ പോകുമ്പോഴത്തേക്കും താഴെ മീൻസ് മേളിലും അത് ഓപ്പൺ ആയിട്ടല്ലേ കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ചെല്ലുവാണ്, അപ്പൊ ഗ്രൗണ്ടിലെ സോയിൽ ഓപ്പൺ ആയിട്ട് കിടക്കുക, പക്ഷെ താഴെ ചിലപ്പോൾ റോക്ക് ആയിരിക്കും. എന്തായാലും റോക്കാണ് സാധാരണ നമ്മൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപെറിബിൾ സ്ട്രാറ്റ ആയിരിക്കും ഏറ്റവും ബേസിൽ വരുന്നത്. സോ അതൊരു ഡ്രെയിനേജ് സർഫസ് ആയിട്ട് ആക്ട് ചെയ്യും, പക്ഷെ മേളിൽ ഡ്രെയിനേജ് സർഫസ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൺസോളേഷൻ ചെയ്യുമ്പോൾ താഴെ ഒരു പോറസ് സ്റ്റോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ മേളിൽ ഒരു പോറസ് സ്റ്റോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് താഴെയും ഡ്രെയിനേജ് സർഫീസ് ഉണ്ട്, മേളിലും ഡ്രെയിനേജ് സർഫീസ് ഉണ്ട്. അപ്പൊ അത് ഡബിൾ ഡ്രെയിനേജ് ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. D എന്ന് വെച്ചാൽ സിംഗിൾ ഡ്രെയിനേജ് ആണെങ്കിൽ H ആണ്, ആൻഡ് ഫോർ ഡബിൾ ഡ്രെയിനേജ് D is equal to H/2 ആണ്. H എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദി സോയിൽ സാമ്പിൾ. എത്രയാണോ ക്ലേയുടെ മാത്രം തിക്നെസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ലാബിൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഫീൽഡിൽ ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയാ, അവിടെ ക്ലേ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, മേളിൽ സാൻഡ് ഉണ്ടാവും, താഴെ ഗ്രാവൽ ഉണ്ടാവും, ചിലപ്പോൾ റോക്ക് ആയിരിക്കും അതിന്റെ താഴത്തെ സർഫസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡ്രെയിനേജ് സർഫസ്. അപ്പൊ നമ്മൾ ക്ലേയുടെ മാത്രം തിക്നെസ് എത്രയാണോ അതാണ് H എന്ന് പറയുന്നത്. അല്ലാണ്ട് ടോട്ടൽ തിക്നെസ് ഓഫ് ദി സോയിൽ അല്ല H എന്ന് പറയുന്നത്, ക്ലേയുടെ മാത്രം തിക്നെസ് ആണ് H എന്ന് പറയുന്ന സംഭവം. ആൻഡ് ഫോർ ഡബിൾ ഡ്രെയിനേജ് D എന്ന് വെച്ച് കഴിഞ്ഞാൽ H/2 ആണ്. ഇത്ര ഓർത്ത് വെക്കുക. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് അതിന്റെ സൊല്യൂഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് പഠിച്ചു വെക്കാം. അതിൽ മെയിൻലി 90% കൺസോൾട്ടേഷന്റെയും 50% കൺസോൾട്ടേഷന്റെയും ടൈം ഫാക്ടർ വെച്ചാണ് സാധാരണ പ്രോബ്ലം ചോദിക്കാറുള്ളൂ. പ്രോബ്ലം ഞാൻ നാളെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഉള്ളത് GT1 ഇനിയുള്ളത് കോമ്പാക്ഷനും കൂടിയാണല്ലോ. കോമ്പാക്ഷനും സ്റ്റെബിലിറ്റി ഓഫ് സ്റ്റോക്സും ആണുള്ളൂ. സോ GT1 നാളെ തീർത്ത് മിക്കവാറും GT2 തന്നെ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കണം. പിന്നെ GT2 ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റും കൂടിയാണ് ഈ GT വരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.